ശ്രീ ഷാബു പ്രസാദ്, സാധാരണ സമ്മേളനത്തിൽ നമുക്കറിയാം സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. ഈ സംഘടനാ റിപ്പോർട്ടിന്മേൽ വിമർശനങ്ങൾ ഉണ്ടാകും. ഏതൊക്കെ രീതിയിൽ ഇനി മുന്നേറണമെന്നുണ്ടാകും. സർക്കാരിനെ വിമർശിക്കുന്ന ഭാഗങ്ങളുണ്ടാകും. പാർട്ടി സ്വീകരിക്കേണ്ട നയം, അതിന്മേൽ സർക്കാർ സ്വീകരിക്കേണ്ട നയം, ഇതൊക്കെ ആയിരിക്കും പലപ്പോഴും ചർച്ചയാകുക. പക്ഷേ ഇതൊക്കെ സംഘടനാ റിപ്പോർട്ടിൽ വിമർശന സ്വരങ്ങളൊക്കെ ഉയർന്നെങ്കിലും നമ്മൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പറഞ്ഞതുപോലെ സമാപന ദിവസം എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ യാതൊരു തിരുത്തലും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, വിഭാഗീയത അവസാനിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിരുദ്ധ പക്ഷത്തെ ഒതുക്കുന്ന ഒരു നിലപാടും കണ്ടതാണ്. അതായത് ഇപ്പോൾ നിലവിലുള്ള ശക്തിക്കെതിരെ ഒരു വിരുദ്ധ പക്ഷവും അല്ലെങ്കിൽ ആരുടെയും എതിരഭിപ്രായം ഉയർന്നു വരരുത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനി പാർട്ടിയിൽ തുടർ സ്ഥാനങ്ങളിലേക്ക് എത്തുകയില്ല, സംസ്ഥാന കമ്മിറ്റിയിലേക്കോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കോ ഒക്കെ എത്തുകയില്ല, അതിന് ഏത് മുതിർന്ന നേതാവും എന്ന് അരക്കിട്ടുറപ്പിക്കുന്ന ചില നീക്കങ്ങളും ഇത്തവണ ഉണ്ടായി. അതുകൊണ്ട് ഈ സംഘടന റിപ്പോർട്ട് എന്നതിലുപരി ഏറ്റവും ഒടുവിലായി അതൊരു നയരേഖയാണ്. അതും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നയരേഖയാണ്. അത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ കേരളത്തിന്റെ പുതിയ മാനിഫെസ്റ്റോ എന്ന് വിശേഷിപ്പിക്കുന്ന സാഹചര്യം. ഇവിടെ സംസ്ഥാന സെക്രട്ടറി ഏറെ ദുർബലനാകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുകയാണ്. പാർട്ടിയാണോ വലുത്, മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വലുത് എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. വ്യക്തിയിൽ അധിഷ്ഠിതമല്ല ഈ പാർട്ടി എന്ന് സ്വയം വാദിക്കുമ്പോഴും വ്യക്തിയിലേക്ക് ചുരുങ്ങുന്ന ഒരു കാഴ്ച തന്നെയല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്? അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണത്. പിന്നെ ഒരു കാര്യമുണ്ടെന്നേ, ഇപ്പൊ ഞാൻ എൻ്റെ ആദ്യത്തെ റൗണ്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഈ സംഘടനാ റിപ്പോർട്ട്, ആത്മവിമർശനം, ഇന്റേണൽ ഡെമോക്രസി, ഇതൊക്കെ എന്നൊക്കെ പറയുന്നത് ഈ തൽക്കാലത്തേക്ക് മനുഷ്യൻ അവരുടെ തന്നെ അണികളെ വിദഗ്ധമായി കളിപ്പിക്കാനുള്ള, വിഡ്ഢികളാക്കാനുള്ള ചില ഉപായങ്ങൾ മാത്രമാണ്. അവർക്ക് വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെ കൊടുത്തുകൊണ്ട് ഞങ്ങൾ എന്തോ വലിയൊരു കാര്യം നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നു, അവസാനം പാർട്ടി തീരുമാനം എന്ന ആ ഒരു ഉരുക്കു പോലെയുള്ള ഒരു തീരുമാനത്തിന്റെ മുമ്പിൽ അവർ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ നിശബ്ദരായിക്കൊള്ളും എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. ഇത് രണ്ടും കൂടി ചേർന്നുള്ള വളരെ തന്ത്രപരമായ ഒരു രീതിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും എടുത്തിരിക്കുന്നത്, ഏത് കാലത്തും എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനു മുമ്പുള്ള കാലഘട്ടങ്ങളില് ഒരേപോലെ തന്നെ ജനകീയതയും പാർട്ടിക്കുള്ളിലും പുറത്തും നല്ല ജനകീയതയുള്ള പല നേതാക്കന്മാർ പാർട്ടിക്ക് ഉണ്ടായിരുന്നു. അതിപ്പം നായനാരും അച്യുതാനന്ദനും ഒരേ സമയം ഒരേപോലെ വന്നിരുന്നു. നായനാര്, അച്യുതാനന്ദൻ, അതേപോലെ ശിവദാസ മേനോൻ, KR ഗൗരിയമ്മ, ഇങ്ങനെയുള്ള കുറെ അധികം നേതാക്കന്മാർ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഇത്രയധികം ഈ രീതിയിലുള്ള അടിച്ചമർത്തൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതിനൊരു പരിധി ഉണ്ടായിരുന്നു. എന്നാൽ അതും കൂടി ആ രീതിയിൽ ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ എന്ന രീതിയിൽ ഞാനല്ലാതെ വേറൊരു നേതാവ് ഇതിൻ്റെ അകത്ത് വേണ്ട, എൻ്റെ ശബ്ദമായിരിക്കണം അവസാന വാക്ക് എന്ന നിലയിലേക്ക് ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് പാർട്ടിയെ മാറ്റിയെടുക്കുന്നതിൽ പിണറായി വിജയൻ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത് വളരെ ഒരു കാര്യമുണ്ട്, കമ്മ്യൂണിസ്റ്റ് വിരോധികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റ് വിരോധിയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് വിരോധികളെ സംബന്ധിച്ചിടത്തോളം അത് നല്ല ഒരു വാർത്തയാണ്. കാര്യം ആ പാർട്ടി എത്രയും പെട്ടെന്ന് മുടിഞ്ഞു പണ്ടാരമടങ്ങാൻ ഈ ഒരു മാറ്റം കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം. ഇനി മറ്റൊരു കാര്യം ഇവിടെ ശ്രീ ബഹുമാനപ്പെട്ട ഹരിദാസ് ഇവിടെ പറഞ്ഞു, എനിക്ക് യാതൊരു സംശയമില്ല, ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു, അതാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഈ 2026 തെരഞ്ഞെടുപ്പില് ഈ CPM തന്നെ, ഈ ഇടതുപക്ഷം തന്നെ തിരിച്ച് കേരളത്തിൽ അധികാരത്തിൽ വരും, അവർ അധികാരത്തിൽ തുടരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാരണമുണ്ട്. അതായത് ഒന്ന്, ഇത്രയും കാലം ഈ പാർട്ടിയെ ചുമന്നുകൊണ്ട് നടന്ന കേരളത്തിലെ ജനത ഇവരുടെ കയ്യിൽ നിന്ന് കുറെ കൂടെ അർഹിക്കുന്നുണ്ട്. അതായത് കാണുന്നിടത്ത് വെച്ച് കല്ലെറിഞ്ഞ് പേപ്പട്ടിയെ പോലെ കല്ലെറിയാനുള്ള ഒരവസ്ഥയിലേക്ക് ഈ കേരളത്തിലെ പൊതുജനം മാറണമെന്നുണ്ടെങ്കിൽ, ത്രിപുരയിലെയും ബംഗാളിലെയും ഒക്കെ പോലെയുള്ള അവസ്ഥയിലേക്ക് കേരള ജനത മാറണം എന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടെ ഒന്ന് മൂക്കാനുണ്ട്. അതിന് ഈ പാർട്ടി കുറച്ചു കാലം കൂടെ അധികാരത്തിൽ തുടരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം അതോടുകൂടി ഈ പാർട്ടി തീർന്നോളും. ഇപ്പം ഭരിച്ചിരുന്ന സ്ഥലങ്ങളിലെയൊക്കെയുള്ള അവസ്ഥ നമുക്കറിയാമല്ലോ. അങ്ങ് വലിയ സോവിയറ്റ് യൂണിയൻ മുതൽ
കൊച്ചു ത്രിപുര വരെയുള്ള ആ അവസ്ഥ നമുക്കറിയാമല്ലോ. ആ ഒരവസ്ഥയിലേക്ക് കേരളം മാറണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ഏകാധിപത്യ അപ്രമാദിത്വ മനോഭാവത്തോടുകൂടി ഒരു നേതാവ് ഒരു വട്ടം കൂടി ഭരിക്കണം. പിന്നെ ഇതിൻ്റെ അത് വേറൊരു കാര്യം എന്താ പറഞ്ഞാൽ, ഇനിയിപ്പോൾ ഈ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എം.വി. ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം അതേപോലെയുള്ള ഈ മുതിർന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി പാർട്ടിക്ക് എന്ത് സംഭവിച്ചാലും അവർ വിഷയമേ അല്ലെന്നേ. അവർ ജീവിതത്തിൽ നേടാനുള്ളതെല്ലാം നേടിക്കഴിഞ്ഞു. ഇനി ഒന്നും നടക്കില്ല. ഈ പാർട്ടി ഇനി നാളെ അറബിക്കടലിൽ മുങ്ങിപ്പോയാലും അവർക്ക് പ്രശ്നമില്ല. എന്നാൽ ഇവരൊക്കെ പറയുന്നത് ശരിയാണ് എന്ന് വിശ്വസിച്ച് നടക്കുന്ന കുറെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരാൾക്കാർ, അവരുടെ ഭാവിയെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് സഹതാപം തോന്നും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ ഈ പ്രമേയത്തിൽ ഇതിൻ്റെ അകത്തൊന്നും പ്രത്യേകിച്ച് ഒരു പുതുമയും ഞാൻ കാണുന്നില്ല. അതായത് കാലാകാലങ്ങളിലായി അവർ തുടർന്നു വന്നിരുന്ന അതേ നയങ്ങൾ, അതേ രീതികൾ, അതേ സിസ്റ്റം ഇപ്പോഴും പിന്തുടരുന്നു എന്നും മാത്രം. അതേ വാക്കുകൾ തിരിച്ചും മറിച്ചും ഒളിച്ചും തിരിച്ചും മുതലാളിത്ത ഭീഷണി, മറ്റേ ഭീഷണി, മറിച്ച ഭീഷണി, വർഗീയ ശക്തികളോടുള്ള ഏറ്റുമുട്ടൽ, മുഖ്യശത്രു, ഒന്നാമത്തെ മുഖ്യശത്രു, രണ്ടാമത്തെ മുഖ്യശത്രു, ഇങ്ങനെയൊക്കെയുള്ള പിന്നെ കുറെ താത്വിക അവലോകനങ്ങൾ, ഉൾപാർട്ടി ജനാധിപത്യം, ആത്മവിമർശനം, പാർട്ടി നയരേഖ, ഇങ്ങനെയൊക്കെ കടിച്ചാൽ പൊട്ടാത്ത കുറെ വാചകങ്ങളല്ലേ ഇത്രയും നാൾ നമ്മൾ ഈ പാർട്ടിയിൽ നിന്ന് കേട്ടിട്ടുള്ളത്. അതൊക്കെ തന്നെ ഇപ്പോഴും കേട്ടു. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ അപ്രമാദിത്വത്തോടെ തുടരുന്നു എന്നുള്ളതാണ്. അത് ആദ്യം പറഞ്ഞതുപോലെ എന്നെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് വിരോധികൾക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം.